ഇന്ന് വിഷുവിൻ്റെ തലേ ദിവസമാണ്, അതായത് ശനിയാഴ്ച. ഞങ്ങൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയി ഇതേ വരികയാണ്. അപ്പോൾ ഞങ്ങൾക്ക് വിഷുവിന് കണി വെക്കണം എന്നൊരു ചെറിയ പ്ലാനൊക്കെ ഉണ്ട്. വീട്ടിലേതായാലും പോയില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഞങ്ങളിത് പോവാണ്. ഗായ്സ്, ഞങ്ങളുടെ ആദ്യത്തെ ലക്ഷ്യം കണിക്കൊന്ന പൊട്ടിക്കാനാണ്. കണിക്കൊന്ന എവിടെ ഇല്ല. സാധാരണ ഗതിയിൽ ഞങ്ങൾ ഹോസ്റ്റലിൽ തന്നെ ഉണ്ടാവുന്ന സംഭവമാണ്. കറക്റ്റ് ഈ വർഷം അത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇനി ഏതെങ്കിലും വീട്ടിലൊക്കെ കയറി ചോദിക്കാനുള്ള പ്ലാനിലാണ്. അടി കിട്ടുമെന്ന് നോക്കാം. ഞങ്ങളെ ലിസ്റ്റിൽ ഇല്ലാത്തൊരു സംഭവം എന്താ, രണ്ടാളും കൂടി റോട്ടിൻ്റെ സൈഡിലിരുന്ന് പെറുക്കിക്കൊണ്ടിരിക്കുന്നു. അതിന് കാണിച്ച ടവലിൽ കെട്ടിയിരിക്കല്ലേ. അപ്പൊ ഗായ്സ്, ഞങ്ങൾ അതൊക്കെ പെറുക്കി ഇനി അടുത്ത ലക്ഷ്യം അപ്പൊ കണിക്കൊന്നൊരു വീട്ടിൽ കിട്ടിയിട്ടുണ്ട്. പോയി ചോദിച്ചു നോക്കട്ടെ തരുമോന്ന്. ചോദിച്ചു നോക്കിട്ടെ കാണിച്ചു തരാതെ. പക്ഷെ അതിൽ പ്രശ്നം കുറച്ച് ഉയരത്താ. ഞങ്ങൾ ചോദിക്കാൻ പോവുക രണ്ടാളും കൂടി. തരുമോ അത് ചീത്ത വെക്കുമെന്ന് കണ്ടറിയാം. ഇത് അവിടെ താഴത്തൊക്കെ കുറച്ചുണ്ട്, പക്ഷെ കംപ്ലീറ്റ് ആയിട്ടില്ല. ചോദിച്ചാൽ തരുമെന്നാവും. ചോദിക്കാൻ നിൽക്കുക, ചീത്ത വെക്കുമോന്ന് അറിയില്ല. ബെല്ലടിച്ചിട്ടുണ്ട്, ആരും വരുന്നില്ല. ഗൈസ്, അവരെങ്ങനെ സംഭവിച്ചപ്പോൾ ഞങ്ങൾ പൊട്ടിക്കാൻ പോവാ. താഴെ കുറച്ചുണ്ട്, അതേ ഉള്ളൂ. ഞാൻ പൊട്ടിക്കണോ? ഞാൻ വലിച്ചു തരാം. മോളത്തെയും കൂടിയും പറിക്കണേ. പഠിച്ചപ്പോ ഗൈസ്, അപ്പൊ പൊട്ടിച്ചു കഴിഞ്ഞു. ചേച്ചിയോട് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ടാറ്റ. നല്ലൊരു ആൻറ്റി ഗൈസ്. ചോദിക്കുമ്പോ എടുത്തോ, പിന്നെ വന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയോന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഗൈസ്, അങ്ങനെ ഞങ്ങക്ക് ഇത് കിട്ടി. ഇനി കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങണം. ചന്ദനത്തിരി, പിന്നെ ചന്ദനത്തിരി വാങ്ങാനുണ്ട്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഞങ്ങളേലുള്ള സാധനങ്ങൾ കൊണ്ടൊക്കെയാണ് ഇപ്രാവശ്യം വെക്കുന്നത്. ഞങ്ങൾ കൃഷ്ണൻ കുറച്ച് വെറൈറ്റിയാണ് ഗൈസ്. കുറച്ച് കൃഷ്ണൻ ആ ഐഡിയ ആദ്രഗിഫിൻ്റെയാണ്. ഞങ്ങളുടെ കയ്യിൽ വേറെ ഫോട്ടോ ഒന്നും ഇല്ല. ഗൈസ്, അപ്പം ഞങ്ങളിതാ കുറച്ച് സാധനമൊക്കെ വാങ്ങിയിട്ടുണ്ട്. $5 ഒരു ആക്കിപ്പിച്ചെടുത്തു. എന്താ വേണ്ട? ഹലോ ഗൈസ്, പഴമൊക്കെ വാങ്ങി കാണിക്കുന്നത് എൻ്റെ എന്തായാലും. സോ ഗൈസ്, ഫ്രൂട്ട്സ് വാങ്ങി. ഫ്രൂട്ട്സ് പഴം വാങ്ങിയിട്ടുള്ളൂ. ഇവിടെ മുന്തിരിക്ക് എത്ര ആദ്യം 180 എന്ന് പറഞ്ഞു, പിന്നെ 110 എന്ന് പറഞ്ഞല്ലേ. പക്ഷെ ആ മുന്തിരി കാണാൻ ഫ്രഷ് ഇല്ല. അപ്പോൾ തൊട്ടപ്പുറത്ത് വേറൊരു ഇതുണ്ട്. അവിടെ എത്ര 140 അത് 120 പറഞ്ഞു. ഞങ്ങൾ ബാർഗെയിൻ ചെയ്യാനുള്ള പ്ലാൻ പോയി നോക്കണം ഗായ്സ്. അപ്പോൾ എന്താ, ഞങ്ങൾ വിചാരിച്ച സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടല്ലേ. ഇനി മാങ്ങയുള്ളൂ കിട്ടാൻ. അത് ഞങ്ങൾ ഇനി ഹോസ്റ്റലിൽ നിന്ന് എടുക്കുമായിരുന്നു. ഞങ്ങൾക്ക് നല്ലൊരു മാവ് ഉണ്ടായിരുന്നു, അത് പ്രാവശ്യം കൊച്ചമ്മ വെട്ടിക്കളഞ്ഞു. അപ്പം ഇനി ഒരു മാവും കൂടി ഉണ്ട്, അത് എടുക്കൽ ടാസ്ക്കാണ്. പക്ഷേ ഞങ്ങൾ രാത്രി അതത്രേ ഉള്ളൂ. അപ്പോൾ സോ ഗായ്സ്, ഇത്രേ ഉള്ളൂ വിശേഷം. ഇനി ഹോസ്റ്റലിൽ ചെന്ന് നേരെ ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം അടുത്ത പരിപാടികൾ. സോ ഇനി ബാക്കിയുള്ള വിശേഷം കാണാം. ഗൈസ്, ഞങ്ങൾ ഹോസ്റ്റലിലെത്തി. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ചിക്കൻ പോവാം. കൊച്ചമ്മയോട് ഫുഡ് എടുത്തേക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എടുത്തു എന്നറിയില്ല, പോയി നോക്കട്ടെ. ഇല്ലേ ഞങ്ങൾ രാവിലെ പട്ടിണിയാവും. ഗൈസ്,
അങ്ങനെയാണെങ്കിൽ ഫുഡ് കഴിക്കാൻ പോകാനെന്ന് ബ്രേക്ക്ഫാസ്റ്റ് അപ്പം മുട്ടക്കറിയാണ്. അങ്ങനെയുണ്ട്. ഓക്കെ, ഞങ്ങളിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബാക്കി ശേഷം ഞങ്ങളിത് ഫുഡൊക്കെ കഴിച്ച് വേടിക്കണേ. ഇതാണ് ഞങ്ങളുടെ മെസ്സ്. ഇതാണ് ഞങ്ങളുടെ മെസ്സുകൾ. അവിടെയാണ് കിച്ചൺ. അത് പുറത്തോട്ട് കഴുകാൻ. ഇതിൻ്റെ ഉള്ളിലാണ് കിച്ചൺ. ഇതെങ്ങനെ വരും. എന്താണ് അനുസരി ഫുഡിനെ പറ്റിയുള്ള അഭിപ്രായം? കാണുന്നില്ലതേ. കുഴപ്പമില്ല ഗൈസ്, ക്ഷീണിച്ചു. കഴിച്ച് ക്ഷീണിച്ചു അനുസരി. എൻ്റെ ഫുഡൊക്കെ പറഞ്ഞു. ശരി, രണ്ട് കോഴിമുട്ടൊക്കെ ഉണ്ടെന്ന് ഗൈസ്. അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് റൂമിലെത്തി. ഇപ്പോൾ ടൈം എത്രയായി? 11:30 ഒക്കെ ആയിട്ടുണ്ട്. ഞങ്ങളിനി റീൽസ് എടുക്കാൻ പോവാണ്. രണ്ട് റീൽസ് നോക്കി വെച്ചിട്ടുണ്ട്. കളിച്ച് കഴിയുമ്പോൾ എന്താണെന്ന് അറിയില്ല. ഹായ് ഗായ്സ്. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 8:15 8:30 ആയിട്ടുണ്ട്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വന്നു. അപ്പോൾ നാളെ കണി ഒരുക്കാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട്സും ഇതൊക്കെ എടുത്ത് കഴുകാൻ പോവാണ്. കുറച്ച് റൂം വൃത്തിയാക്കണം, അടിച്ചു വരണം, ഒന്ന് തുടയ്ക്കണം. മകളുടെ കാര്യത്തിൽ തീരുമാനമായിട്ട് അതിനിവിടെ കാര്യമായിട്ട് എന്തൊക്കെയോ പണി ഒപ്പിച്ച് വയ്ക്കുന്നുണ്ട്. സോ അങ്ങനെ കുറച്ച് കലാപരിപാടികളാണ് ഇനി അടുത്ത കാണിക്കാൻ പോകുന്നത്. സോ ആദ്യം റൂം വൃത്തിയാക്കല്ലോ, എന്തോ കഴിക്കാൻ പോരാ, ലാസ്റ്റ് പണി ഇതൊക്കെ. അപ്പം ആദ്യം ഞങ്ങൾ റൂം അടിച്ചു വരാൻ പോവാണ്. നമ്മളൊന്ന് തുടയ്ക്കും. മലയാളം പാട്ട് വയ്ക്കാം ഗായ്സ്. ഞങ്ങൾ ആദ്യം ബെഡൊക്കെ കൂട്ടിയിരിക്കുകയാണ്. വെറുതെ അനുപിരിശിവം വെറുതെയാണ്. എന്താ അനുപിരിശിവം വെറുതെ അനുപിശിവൻ അമ്മ വീഡിയോ കാണുകയാണെങ്കിൽ അനുപിശിവൻ കുടിക്കാറില്ല. കുളി നനയൊന്നും എടുത്തു കൂടി പോയിട്ടില്ല ആന്റി അനുവിന്. ഒരു ദിവസം മതി, ഒരാഴ്ച വളർത്തി വെക്കണോ? പിന്നെ ഇവിടുന്ന് സ്ഥലം മാറുള്ള ടൈമായോ? ഇല്ല, ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ബാക്കി എല്ലാവരും അവരവരുടെ പണിയിലോട്ടാണ്. ഗായ്സ്, ഇതാണ് ഞങ്ങളുടെ വിളക്കും കിണ്ടിയൊക്കെ. വലിയ വിളക്കാണ് ഗായ്സ് ഇത്. ഇത്രയും വലുത് കണ്ടുപിടിക്കാൻ ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടി. ബട്ട് അറ്റ് ലാസ്റ്റ് ഞങ്ങൾക്ക് അത് കിട്ടി. ഇതെന്തിനാ യൂസ് ചെയ്യുക? മഞ്ചാടി ഞാൻ ഇതിൽ വെക്കാന്ന് വിചാരിച്ചു. മഞ്ചാടിയും ചില്ലാറയും കൂടി ഓക്കെ അല്ലേ? ഉരുളിനകത്ത് ഇതിൻ്റെ അകത്ത് എന്താ വെക്കുക? ഒരു തിരി മതി. ഒരു തിരി റൗണ്ട് ചെയ്തിട്ട് വെക്കാം നമുക്ക്. സോ ഗൈസ്, ഞങ്ങൾ ഇനി അടുത്ത് ഞങ്ങളുടെ അതിമനോഹരമായ റൂം. ഗൈസ്, അങ്ങനെ ഞങ്ങൾ റൂം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബെഡൊക്കെ കൊട്ടി വിരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ കണി വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ടേബിൾ
എന്തെങ്കിലും ഒരു മാറ്റോ അങ്ങനെ എന്തെങ്കിലും വിരിച്ചിട്ട് ഇവിടെ വെക്കണം എന്നാണ് ഞങ്ങളുടെ ഒരിത്. ഗൈസ്, ഞങ്ങൾ കണി വെക്കുന്ന സ്ഥലം ഒന്നും കൂടി ഭംഗിയാക്കാൻ വേണ്ടി ആദ്യതൊക്കെ ചിത്രങ്ങൾ വരച്ചു വെക്കുന്നു. ഈ രണ്ട് സൈഡിലും ഒരു ജസ്റ്റ് ഒരു പൂ പോലെ. അനു അവിടെ തകൃതിയായി അടിച്ചു വരുന്നുണ്ട്. അനു എൻ്റെ ഫയലിൻ്റെ അകത്ത് സ്കെച്ച് ഉണ്ടോ നോക്കൂ. ഞങ്ങൾ സ്കെച്ചൊക്കെ വെച്ചിട്ടാണ് ഗൈസ് വരയ്ക്കുന്നത്. സോ ഗൈസ്, ഞങ്ങൾ ഇത്ര ആക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ അടുത്ത് ക്രയോൺസ് ഒന്നുമില്ല, എല്ലായിടത്തുനിന്നുള്ള സാധനം വെച്ച് ചെയ്താണ്. എങ്ങനെ ഉണ്ടല്ലോ നടുവിൽ എങ്ങനെയുണ്ട്? നടുവിൽ മാത്രം. യെസ്. അപ്പോൾ ഞാൻ എൻ്റെ കൈയും കൂടി ഓക്കെ. ഫുള്ള് വേണ്ട, അത്ര മതി. ഒരു കുഞ്ഞ ഒരു ബോർഡർ മാത്രം മതി. സോ യാ ഗൈസ്, ഞങ്ങൾ ബാക്കി ഫുൾ ചെയ്തിട്ട് കാണിച്ചു തരാം. ഓഫ് ഓക്കെ. മറ്റേ ലൈറ്റ് ഉണ്ടല്ലേ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ റൂം അടിച്ചു വാരിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിലം തുടയ്ക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കി ഫ്രൂട്ട്സും ഇതൊക്കെ കഴുകി വൃത്തിയാക്കി ഒക്കെ സെറ്റ് ചെയ്യണം. പിന്നെ കിണ്ടി വിളക്കും പൊട്ടിക്കുകയാണ്. അനുവിന് ഞങ്ങൾക്ക് ഇത് വെക്കാൻ വേണ്ടിയിട്ട് അനുത് താഴെ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് കണി വെക്കാനുള്ള മാല അനുസരിച്ച് പൊട്ടിച്ചു. ഇതാണ് മാവ്, കുറച്ച് മാങ്ങയുള്ളൂ. അനുസരിച്ച് ഇഷ്ടത്തിരിക്കുന്നു. ആ ശരിയാണ്. കിട്ടിയോ? മൂന്നെണ്ണം കിട്ടി ഗൈസ്. ഇതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ മാവ്. ഈ സൈഡിൽ കുറച്ചും കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാവരും പൊട്ടിച്ചു. അപ്പം അതിന് താഴെ നിൽക്കുന്നത് മതി. ആദ്യത്തെ ഞങ്ങളുടെ മാവ് ഇതേ അതായിരുന്നു, അത് വെട്ടി. അല്ലെങ്കിൽ അതിലുള്ള ഒരുപാടുണ്ടാവുക. ഞങ്ങൾ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് തുടച്ച് കഴിഞ്ഞു, ഇനി കുറച്ചും കൂടെ തുടയ്ക്കാണ്ട്. അപ്പം അതെ ഞാനും എന്നും കൂടെ അതെ ഞങ്ങളുടെ കുറച്ച് സാധനങ്ങളുണ്ട്, അത് കഴുകിയിട്ട് വരാം. അപ്പോഴേക്കും അനുശ്രീ തുടച്ച് കഴിഞ്ഞ് വരുന്നതാണ് അല്ലേ അനുശ്രീ? കാഴ്ച അങ്ങനെ ഞങ്ങൾ ആ പാത്രമൊക്കെ കഴുകി വന്നിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി ഫ്രൂട്ട്സ് കഴുകണം. അപ്പം ഞങ്ങൾ റൂമിൽ നിന്ന് തന്നെ കഴുകാമെന്ന് വിചാരിച്ച് ബക്കറ്റിലെ വെള്ളമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി അടുത്തത് ബക്കറ്റ് കഴുകാനുള്ള ഗൈസ് ഫ്രൂട്ട്സ് കഴുകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇതാ ഫ്രൂട്ട്സൊക്കെ ഇവിടെ ഉണ്ട്. ഇതാ ഗൈസ്, ഞങ്ങൾ പറിച്ച മാങ്ങ. ഈ മാങ്ങയ്ക്ക് വലിയ വികാരമൊന്നുമില്ല, ഒരു പുളിയോ അല്ലെങ്കിൽ ഇതൊന്നുമില്ല. കണിക്കൊന്ന് ചെറുതായിട്ടൊന്ന് വാടിപ്പോയിട്ടുണ്ട്. അത് ഈ വെയിലിന് സംഭവിച്ചതാ. പക്ഷെ കുഴപ്പമില്ല, എന്നാലും ഒരു ഫ്രഷ് ലുക്ക് ഇല്ലാന്നുള്ളൂ. എന്ത് രാവിലെ പുതിയ വെള്ളം എടുക്കാം നമുക്ക്. അപ്പോൾ ആകാശം ഞങ്ങൾ ഫ്രൂട്ട്സ് എടുക്കാൻ പോവാം. പഴം ഇത് തന്നെ ഇരുന്നോട്ടെ, ബാക്കിയുള്ളതൊക്കെ അങ്ങനെ വയ്ക്കാം. ഒന്ന് അനുവിന് വേണമെന്ന്. ഒന്ന് ഒരച്ച് കഴുകണ്ട ഇഷ്ടം, അത് ഇനി കഴുകൂല നമ്മള് നേരത്തെ തിന്നു. ഇതല്ല വിട്ട ഇങ്ങനെയാണോ? അപ്പോൾ കാഴ്ച ഞങ്ങളിനി ബാക്കി ഫ്രൂട്ട്സൊക്കെ കഴുകി ഇതൊക്കെ കഴുകിയിട്ട് ബാക്കി വിശേഷം കാണിച്ചു തരാം. ഞങ്ങൾ ആ മാങ്ങ കഴിക്കുകയാണ്. വലിയ ടേസ്റ്റ് ഒന്നുമില്ല, തൊലിക്ക് ചെറിയൊരു കയ്പുണ്ട്. നല്ല അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം, ഒരാഗ്രഹം ഉണ്ടാക്കാൻ.
ഞങ്ങൾ കഴിച്ച ഈ മാങ്ങ 2 ദിവസം മുമ്പ് ഒന്ന് ഉപ്പിലിട്ടായിരുന്നു. എന്തായിരുന്നു അതിന്റെ അവസ്ഥ? വന്നില്ല കേട്ടില്ല. അതാണോ? അത് ചൂടായിട്ടാണോ അങ്ങനെ? ഭയങ്കര ചൂടായിട്ട് ഒരുമാതിരി ഇതായിരുന്നു. പക്ഷെ ഞങ്ങളത് കഴിച്ചു. ഇവിടെ എന്തും പോകുന്നോണ്ട് അത് ഞങ്ങൾ കഴിച്ച് തീർത്തായിരുന്നു. അപ്പോൾ ബാക്കി പരിപാടികളൊക്കെ ഞങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കുട്ട അവിടെ ചെയ്യുന്നത്? ഉറക്കം വരുന്നോ? സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആണാട്ടോ. അതിന് കുറച്ച് അങ്ങോട്ട് മാറിയുന്ന കുറച്ച് കയറ്റി വെക്കാം. ആ മതി. ഇങ്ങനെ കുത്തനെ വെക്കണം. അല്ല ഇങ്ങനെ ആ നാളെ വെക്കാം. ഓക്കെ. അത് കൂടെ വെക്കണം. അത് വേണോ? കേടൊന്നും നേരുമ്പോൾ അടിയുള്ളത് അത് ചന്ദനത്തിരി കുത്തിക്ക്. ഇത് കണ്ട ഇവിടെ എങ്ങനെ ഇപ്പൊ തന്നെ നിർത്തിച്ച് രാവിലെ ഓക്കെ. അതിൽ 2 ഇട്ടുണ്ട്. ഒന്ന് അല്ലല്ല ഞങ്ങൾ അതിസാഹസികമായിട്ട് ഫ്രൂട്ട്സ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നല്ല പഴം കിട്ടി ഞങ്ങൾക്ക്. അടുത്ത ഞാൻ എന്താ വയ്ക്കാം? ഇങ്ങനെ 2 പച്ചയാവൂ. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഫ്രൂട്ട്സ് വെച്ച് സെറ്റ് ആയിട്ടുണ്ട്. ഇല്ല അപ്പൊ ഗൈസ് അപ്പൊ ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട്. ഇനി എന്താ വെക്കാനുള്ളത്? ഇനി കണ്ണാടി വെക്കണം. പിന്നെ തിരിച്ചു വെക്കണം. ഏത്? മാങ്ങ ഓക്കെ സെറ്റ്. കാണുന്ന പോലെ അല്ല സാറേ, നല്ല കനമുണ്ട് ഫ്രൂട്ട്സിന്. അയ്യോ ഓക്കെ. ചന്ദനത്തിരി കത്തിച്ചോ? അപ്പൊ കാശ് ഞങ്ങളിതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അല്ല അപ്പൊ ഗായ്സ് ഞങ്ങളിതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സ് വെച്ചു, കുറച്ച് കണിക്കൊന്ന വെച്ചു, കണ്ണാടി, ഞങ്ങളിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഞങ്ങൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇനി ഞങ്ങൾ പോയി ഒന്ന് ഫ്രഷായിട്ട് കിടക്കണം. ഇപ്പോൾ ടൈം 11:30 ആയിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഞങ്ങൾ കിടക്കുമ്പോഴേക്കും ഒരു 12 മണി 12:30 ആവും. സോ യാത്രയുള്ള വിശേഷം എന്നത്തെ. അപ്പോൾ ഇതാ ഞങ്ങൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി പോയി ഒന്ന് ഫ്രഷായിട്ട് ഞങ്ങൾ വന്ന് കിടക്കും. സോ ബാക്കി വിശേഷമൊക്കെ നാളെ രാവിലെ 4 മണി 3, 4, 4:30 ആയിട്ട് എല്ലാം കാണിച്ചു തരാം. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കഴിയണം. നല്ല ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്, ഹാപ്പി വിഷു. അപ്പൊ ഇപ്പൊ സമയം ഒരു 3:45 ആയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ കുളിച്ച് വന്നു. അപ്പൊ ഇനി അടുത്ത പരിപാടി വരുമ്പോ വിളക്കൊക്കെ ഒന്ന് കത്തിക്കണം. നമുക്ക് അത് കാണിച്ചു. ലൈറ്റ് ഓഫ് ആക്കണോ?
എന്റെ വിളക്ക് വാങ്ങിയ ശേഷം ഇന്നാ കത്തണ് തോന്നുന്നു. ഇന്നാ കത്തന്ന് വാങ്ങിയ ശേഷം അപ്പൊ ഗായ്സ് ഞങ്ങൾ കണിയൊക്കെ കണ്ടു. എങ്ങനെയുണ്ട് ഞങ്ങൾ വെച്ച്? കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങള് മാക്സിമം കഴിയുന്ന പോലെ വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ ഈ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. ഓക്കെ ബൈ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷു. സ്നേഹം നിറഞ്ഞ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഒരു വിശ്വാസം. ബൈ. 6.5 hours later. ഗായ്സ് അപ്പൊ ഞങ്ങള് വൈൻഡപ്പ് എടുത്ത് പോയതാണ്. പക്ഷെ ചെറിയൊരു ക്ലിപ്പും കൂടി ഉണ്ട്. ഞങ്ങൾക്ക് എന്താ പറയുക ഫുഡൊക്കെ കഴിച്ചു. ഫുഡല്ലേ രാവിലെ തൊട്ടിട്ട് ഈ പായസം കുടിക്കാൻ ഭയങ്കര ഒരു ഇത് അതിൻ്റെ സഹി കെട്ടി ലാസ്റ്റ് ഞങ്ങളിവിടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. സേമിയും പിന്നെ കടല പായസം. അപ്പം ഇപ്പം വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാധനം വാങ്ങാൻ പോവാണ്. കഴിഞ്ഞു പോയി ഗൈസ്. ഞങ്ങൾ വിളിച്ചു ഇപ്പം തോന്നുന്നു രാവിലെ മതിയായിരുന്നു എന്ന്. സോ അത് വാങ്ങാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. ഗായ്സ് ഞങ്ങൾ കാത്തുനിന്നിട്ട് സാധനം ഇപ്പം വരും എന്ന് പറഞ്ഞിട്ട് കുറെ നേരം അറിയില്ല. ഇപ്പൊ ഒരു 10 മിനിറ്റ് ഇപ്പൊ വരും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വേഗം റൂമിൽ നിന്നൊക്കെ ഇറങ്ങി ഓടി വന്നത്. പക്ഷേ ആള് എത്തിയിട്ടില്ല. പായസം കുടിക്കാൻ മോഹിച്ച് ദാഹിച്ചിരിക്കുക. സത്യം ഞങ്ങൾക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. ഞങ്ങൾ ഊണൊക്കെ കഴിച്ചു കേട്ടോ. ചോറ്, സാമ്പാറ്, മീൻ രാവിലെ നല്ല ഫുഡായിരുന്നു. ദോശയും സാമ്പാറും ചട്നി. ഇപ്പൊ ചോറും സാമ്പാറും മീൻ പൊരിച്ചതും കായ്പേരി. ഞങ്ങളതൊരു സദ്യ എന്നാണ്ട് വിചാരിച്ച് കഴിച്ചു. സാമ്പാറിലുകൊണ്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. സാമ്പാറിലെ കഷ്ണങ്ങൾ മാറ്റിയിട്ട് ഞങ്ങൾ അവിയലാക്കി. സോ ഗൈസ് അപ്പോൾ ഞങ്ങൾ അയാൾ വന്നിട്ട് കാണിച്ചു തരാം. അയാൾ വരുമെന്ന് എനിക്കറിയില്ല. കുറെ നേരമായി നോക്കുന്ന ഗായ്സ്. അങ്ങനെ കാത്തിരുന്ന് ഞങ്ങൾ പായസം എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ പായസത കിട്ടി. ഞങ്ങളിത് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. ആ ഈ ടേബിള് ബുക്കൊക്കെ മാറ്റി വെക്കട്ടെ. ആ ബെഡ് മിങ്കി സ്പൂൺ മതി. സേമിയ, കടല. അപ്പൊ ഗായ്സ് ഞങ്ങൾ പായസമൊക്കെ കിട്ടി. ഞങ്ങളിനി കുടിക്കാൻ പോവുകയാണ്. അപ്പൊ ഗായ്സ് ഞങ്ങള് പപ്പടം ഇല്ല, പായസവും പഴം കൂട്ടി കഴിക്കാനുള്ള പ്ലാനിലാണ്. സത്യം അത് ഇന്നലെ വാങ്ങിച്ച പഴപ്പ് ബാക്കി ഇതാ ഇത്രയും കൂടി ബാക്കിയൊക്കെ ഞങ്ങൾ കഴിച്ചു തീർത്തു ഉച്ചയാവാനായിട്ട് മുമ്പ്. അപ്പൊ ഇതാ ഇതും കൂടിയൊക്കെ കഴിച്ച് ഞങ്ങള് നിർത്തുകയാണ്. അപ്പൊ കഴിച്ച് ഈ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഞങ്ങളിത് കുടിക്കും, കുറച്ചു നേരം മത്തടിച്ച പോലെ ഇരിക്കും. സോ എന്താ പറയുക, പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് നടന്നത്. സോ യാ വി ആർ സോ ഹാപ്പി. ആൻഡ് ഞങ്ങൾ വിഷു അടിപൊളിയായിട്ടുണ്ട്. സോ യാ ദാറ്റ്സ് ഇറ്റ്. എല്ലാവർക്കും ബൈ. ബൈ.